ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോൺ ഉപയോഗിക്കുന്ന നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് നമ്മളുടെ ഫോണിൽ സ്റ്റോറേജ് പെട്ടെന്ന് നിറയുക എന്നത്. അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്തോ ഒരു സ്ലോ പോലെ അനുഭവപ്പെടുന്നത്. നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ദിവസവും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു വിവരം അറിയാൻ, അല്ലെങ്കിൽ വെബ്സൈറ്റ് തുറക്കാൻ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഗൂഗിൾ ബ്രൗസറിലേക്കാണ് പോകുന്നത്. പക്ഷേ ഒരിക്കൽ മാത്രം നിങ്ങൾ തുറന്നു നോക്കിയ വെബ്സൈറ്റുകൾ പോലും ഇപ്പോഴും നിങ്ങളുടെ ഫോണിൽ ഡാറ്റ സംഭരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതുമാത്രമല്ല, ചില വെബ്സൈറ്റുകൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബ്രൗസിംഗ് വിവരങ്ങൾ ശേഖരിക്കുകയും നിങ്ങളുടെ ഫോണിൽ ചെറിയ ചെറിയ ഫയലുകൾ സേവ് ചെയ്തു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ സ്റ്റോറേജ് പെട്ടെന്ന് നിറയുന്നതും ഒരുപാട് പരസ്യങ്ങൾ കാണാൻ തുടങ്ങുന്നതും ചിലപ്പോൾ ബ്രൗസർ സ്ലോ ആകുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഇന്ന് മാറ്റേണ്ട 3 പ്രധാനപ്പെട്ട സെറ്റിംഗ്സുകൾ ഉള്ളത്. ആദ്യമായി സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴേക്ക് പോയതിനു ശേഷം ഡാറ്റ സ്റ്റോറഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഗൂഗിൾ ക്രോമിൻ്റെ വേർഷൻ അനുസരിച്ച് പേരിൽ മാറ്റം ഉണ്ടായേക്കാം. അതിനുശേഷം നിങ്ങൾ അതിൽ പ്രവേശിക്കുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിസ്റ്റ് കാണാം. നിങ്ങളുടെ ഫോണിൽ നേരിട്ട് ഡാറ്റ സംഭരിച്ചിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളുടെയും പട്ടികയാണത്. ചില സൈറ്റുകൾ കുറച്ച് കിലോബൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ചിലത് നിരവധി മെഗാബൈറ്റുകൾ വരെ ഉപയോഗിച്ചേക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില വെബ്സൈറ്റുകൾ നിങ്ങൾ ഒരിക്കൽ മാത്രം സന്ദർശിച്ചവയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെർച്ച് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് പുറത്തു പോയതായിരിക്കാം. പക്ഷേ ആ സൈറ്റുകൾ നിങ്ങളുടെ ഫോണിൽ തുടരുക. ഇതിൽ നിങ്ങൾ സേവ് ചെയ്ത പാസ്വേഡുകൾ, അക്കൗണ്ട് വിവരങ്ങൾ, വ്യക്തിഗത മുൻഗണനകൾ എന്നിവ ഉൾപ്പെടാം. അതിനാൽ ഇവിടെയുള്ള ലിസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്തതോ സ്ഥിരമായി ഉപയോഗിക്കാത്തതോ ആയ സൈറ്റുകളിൽ ടാപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഡിലീറ്റ് ഡാറ്റ ആൻഡ് റീസെറ്റ് പെർമിഷൻ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് ആൻഡ് റീസെറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം അന്ധമായി നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. നിങ്ങൾ ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുന്നതോ ദിവസവും ലോഗിൻ ചെയ്യുന്ന സൈറ്റുകളോ ആണെങ്കിൽ അവ നിലനിർത്തുക. പക്ഷേ തിരിച്ചറിയാനാകാത്ത സൈറ്റുകൾ എല്ലാം നീക്കം ചെയ്യുക. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഉടൻ തന്നെ അനുഭവപ്പെടും. ഇതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇതിൽ നമുക്ക് രണ്ടാമതായി പരിശോധിക്കേണ്ടത് ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ. ചില മൊബൈലിൽ സൈറ്റ് ഓൺ യുവർ ഡിവൈസ് എന്ന ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ സൈറ്റ് ഡാറ്റ സേവ് ചെയ്യാനുള്ള അലോ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ അലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റുകൾക്ക് നിങ്ങളുടെ ഫോണിൽ ലോക്കലായ വിവരങ്ങൾ സംഭരിക്കാൻ നിങ്ങൾ അനുവാദം നൽകിയിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ക്രോം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും. നിങ്ങളുടെ സൗകര്യത്തിനായി മിക്ക വെബ്സൈറ്റുകളും നിങ്ങളുടെ ഉപകരണത്തിൽ വിവരങ്ങൾ സംഭരിക്കുന്നു എന്ന രീതിയിൽ ഇവിടെ നിങ്ങൾ മോസ്റ്റ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. വിശ്വസനീയമായ സൈറ്റുകൾ അല്ല, മിക്ക സൈറ്റുകളും എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് വളരെ കൂടുതൽ വെബ്സൈറ്റുകൾ നിങ്ങളുടെ ഫോണിൽ ഡാറ്റ സംഭരിക്കുന്നു എന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് ഓണായി വെച്ചാൽ ചില വെബ്സൈറ്റുകൾ നിങ്ങളുടെ ഫോണിൽ ചെറിയ ഡാറ്റകൾ സേവ് ചെയ്ത് നിങ്ങളുടെ ഉപയോഗ രീതി ഓർക്കാൻ ശ്രമിക്കും. ഇത് ഓഫ് ചെയ്താൽ ചിലപ്പോൾ വീണ്ടും ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഭാഷയോ മറ്റ് സെറ്റിംഗ്സുകളോ വീണ്ടും തിരഞ്ഞെടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതൊരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമാണ്. അതിന് പകരമായി നിങ്ങളുടെ പ്രൈവസിക്ക് കൂടുതൽ സുരക്ഷ ലഭിക്കും. ശേഷം ബാക്ക് പോയി നമുക്ക് മൂന്നാമത്തെ സെറ്റിംഗ്സ് നോക്കാം. ഇതിന് കുറച്ച് താഴെ തന്നെ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ്. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പല വെബ്സൈറ്റുകളും ഉപയോക്താക്കളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ പോപ്പപ്പുകൾ കാണിക്കാറുണ്ട്. ഒരു പോപ്പപ്പ് വന്നാൽ അത് ഒഴിവാക്കാൻ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് മുകളിലുള്ള ഇൻഡു ബട്ടൺ അമർത്തും. പക്ഷേ അതിലൂടെ ആ സൈറ്റിന് ഡൗൺലോഡ് അനുമതി നൽകിയിരിക്കാം. ഇത് ഡാർക്ക് പാറ്റേൺ എന്നറിയപ്പെടുന്ന ഒരു തന്ത്രമാണ്. ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരം ഇവിടെ താഴെ കാണുന്ന ഡോണ്ട് അലോ എന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക.
ഇനി ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യേണ്ടി വന്നാൽ ക്രോം വ്യക്തമായ അനുമതി നിങ്ങളോട് ചോദിക്കും. ഇത് ഓഫ് ചെയ്യുന്നതിലൂടെ വെബ്സൈറ്റുകൾക്ക് രഹസ്യമായി ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതും ട്രാക്കിംഗ് സ്ക്രിപ്റ്റുകൾ പ്രവർത്തിക്കുന്നതും തടയാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത 3 കാര്യങ്ങൾ റീക്യാപ്പ് ചെയ്യാം. 1. ആവശ്യമില്ലാത്ത വെബ്സൈറ്റുകളുടെ സ്റ്റോർ ചെയ്ത ഡാറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്തു. രണ്ടാമത്തേത് വെബ്സൈറ്റുകൾ ഫോണിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നിയന്ത്രിച്ചു. മൂന്നാമത്തേത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് നമ്മൾ ഓഫ് ചെയ്തു വെച്ചു. ഇതുപോലുള്ള കൂടുതൽ ടെക് ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.